അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖാണ്. കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കണ്ടോക്കാം. വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് രാവിലെ ഗ്ലാസ് കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടും അതേപോലെ ഗ്രീൻ പീസ് വെച്ചിട്ടൊരു കറിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ പീസ് കറി റെഡിയാക്കി എടുക്കാം. ഗ്രീൻ പീസൊക്കെ ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതേന് കേട്ടോ, കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതേന്. എന്നാലും ഒന്നും കൂടെ കഴുകിയിട്ട് ഞാൻ കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും അതേപോലെ തന്നെ ഒരു ക്യാരറ്റും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇല്ലേന് കേട്ടോ, അപ്പോൾ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം കറിക്ക്. അപ്പോൾ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ ഒരു ഉരുളക്കിഴങ്ങും കൂടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കളറ് കുറവേക്കാരം കറിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കർ അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് കറി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കറിയൊക്കെ വെന്ത് വരട്ടെ. അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. മുടി കൊണ്ട് പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടോ? അതെ, നമ്മളെല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ മുടി കൊണ്ടുള്ള പ്രശ്നങ്ങൾ. സാധാരണയായി ഒരു ശരാശരി മനുഷ്യൻ്റെ മുടി 50-നും 100-നും ഇടയിൽ ഒരു ദിവസം കൊഴിഞ്ഞു പോകും. അത് നോർമലാണ്. പക്ഷെ അത് തിരിച്ചു വന്നില്ലെങ്കിലോ? വാഹനങ്ങളിൽ നിന്നുമുള്ള പുക ഇത് മുടിയുടെ ക്യൂട്ടിക്കിൾ, കോട്ടിക്സ്, കെരാറ്റിൻ, പ്രോട്ടീൻ എന്നിവയുടെ കേടുപാടുകൾ വർദ്ധിപ്പിക്കുന്നു. മലിനമായ വെള്ളം മുടികൊഴിച്ചിലും കേടായ മുടിയും ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളും വരുത്തും. ഈ കാരണത്താൽ ചൊറിച്ചിൽ, നരച്ച മുടി, മുടി പൊഴിച്ചിൽ, സ്പ്ലിറ്റ് എൻഡ്, വരണ്ട തലയോട്ടി, ഉണങ്ങിയ മുടി, താരൻ ഇതിനൊക്കെയുള്ള പരിഹാരമായി ആദിവാസി സമൂഹം 108ഓളം പച്ചമരുന്ന്, കസ്തൂരി, അംല, വൃങ്കരാജ എന്നീ ചേരുവകൾ ചേർത്ത് കാച്ചിയെടുത്ത പരമ്പരാഗത കാച്ചിയ എണ്ണയാണിത്. ഈ എണ്ണ നിങ്ങളുടെ തലയോട്ടിയിലേക്കും മുടിയിലെ വേരിലേക്കും വേണ്ട പോലെ തേച്ച് മസാജ് ചെയ്താൽ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരമാണ്. പിന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. മറ്റെണ്ണകൾ പോലെ അപകടകാരിയായ ഒരു ചേരുവയും ഇതിലില്ല. സിന്തറ്റിക് കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്രാഗിങ്സ്, ആൽക്കഹോൾ, BEA, മിനറൽ ഓയിൽ, ക്ലോറിൻ ഈ ചേരുവകൾ നിങ്ങളുടെ മുടിയുടെ ഗുണനിലവാരത്തെ നശിപ്പിക്കുകയും തലയോട്ടിയിലെ അണുബാധക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മുടി കൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്കെല്ലാം ഒരു പരിഹാരമാണ് ഈ ഒരു ആദിവാസി കേച്ച് ഓയിൽ. ഈ ആദിവാസി കാച്ചിയ എണ്ണയിൽ പ്രകൃതിയിൽ നിന്നുമുള്ള ചേരുവകൾ മാത്രമാണുള്ളത്. ഈ എണ്ണ വാങ്ങി ഉപയോഗിച്ചവരെല്ലാം നല്ല റിസൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഓർഡർ ചെയ്യാനും ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഈ ആദിവാസി ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് എൻ്റെ മുടി കൊഴിച്ചിലിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ താരനൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിനി നൂൽപുട്ടിനുള്ള പൊടിയൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി, അതാണ് എടുത്തിട്ടുള്ളത്. പത്തിരിയും ഇടിയപ്പമൊക്കെ ചൂടതുകൊണ്ട് ഞാൻ കപ്പിന് അളന്നെടുക്കണമൊന്നുമില്ല കേട്ടോ. കുറച്ച് പൊടി ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാലോ നമുക്ക് എത്ര വേണ്ടി വരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനെന്നൊക്കെ ഉള്ളത്. നമ്മൾ ഡെയിലി ചെയ്യുന്ന പരിപാടിയല്ലേ ഇത്. എന്നും നേരം വെളുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, അതേപോലെ തന്നെ ലഞ്ചിനുള്ളതൊക്കെ റെഡിയാക്കണം. അപ്പോൾ നമുക്കറിയാലോ അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇതൊരു ഏകദേശം ഒരു 2 കപ്പിലേറെ കുറച്ചും കൂടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഈ ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പ് പിന്നെ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കും. പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളമായി കിട്ടും. അല്ലെങ്കിൽ പിന്നെ വെള്ളം ലൂസായി പോയാൽ പിന്നെയും നമ്മൾ പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കേണ്ടി വരും. പിന്നെ ഞാൻ നൂൽപുട്ടിന് മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് എടുക്കൽ.
തിളക്കണതിൻ്റെ മുന്നേ ഉണ്ടാവുമല്ലോ വെള്ളത്തിന് ഇങ്ങനെ ഒരു കുമിളകളൊക്കെ വരുന്ന സമയം, ആ ഒരു സമയത്താണ് കേട്ടോ ഫ്ലെയിം ഓഫാക്കി കൊടുക്കൽ. പിന്നെ പല ആൾക്കാരും പല രീതിയിലാവും നൂൽപുട്ടിന് മാവൊക്കെ റെഡിയാക്കി എടുക്കൽ. ചിലർ നല്ല തിളച്ച വെള്ളം കൊണ്ടൊക്കെ മാവ് റെഡിയാക്കി എടുക്കും. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കൽ. ഇങ്ങനെ മാവ് റെഡിയാക്കി എടുത്താൽ എനിക്ക് നല്ല ഈസി ആയിട്ട് നൂൽപുട്ട് പീച്ചെടുക്കാൻ കഴിയും. പൊടി നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഈസി ആയിട്ട് അങ്ങോട്ട് പീച്ചെടുക്കാൻ എനിക്ക് കഴിയലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് നൂൽപുട്ട് റെഡിയാക്കി എടുക്കൽ. പിന്നെ ഈ ഒരു മരത്തിൻ്റെ അച്ച് അടിപൊളിയാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാൻ. ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ പറയലുണ്ട്. ചില കൂട്ടുകാരൊക്കെ ഈ ഒരു അച്ച് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ, ഒരു 150 രൂപേൻ്റെ താഴെ ഉണ്ടാവുള്ളൂ. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വന്ന ഉടനെ നമ്മൾ കുതിക്കലിനൊക്കെ ആ ഒരു സമയത്ത് വാങ്ങിയതേന് കേട്ടോ ഈ നൂൽപുട്ടിൻ്റെ അച്ച്. പിന്നെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചൊരു ടൈറ്റൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഉപയോഗിച്ചാവുമ്പോൾ നല്ല ലൂസായിട്ട് നല്ല ഈസി ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ ഇങ്ങനത്തെ മരത്തിൻ്റെ നൂൽപുട്ടിൻ്റെ അച്ച് ഏത് കടയിൽ നിന്നാണ് ഇത്താ കിട്ടുകയെന്ന് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. ഇത് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കണ കട ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കടകളിൽ ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ പിന്നെ മരത്തിൻ്റെ അച്ച്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ 6 പ്ലേറ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൂൽപുട്ട് ചുടാൻ ഈസി ആയിട്ട് ചുടാൻ പറ്റും കേട്ടോ. പിന്നെ പെട്ടെന്ന് റെഡിയാവും ചെയ്യും. പിന്നെ ഇങ്ങനത്തെ പ്ലേറ്റ് വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ കയ്യിൽ ഇഡ്ഡലി ചെമ്പ് ഉണ്ടാവുമല്ലോ, ഇഡ്ഡലി തട്ടിൽ ചുട്ടെടുത്താലും മതി കേട്ടോ നൂൽപുട്ട്. ഇതിലാവുമ്പോൾ എന്താ അറിയോ, 3 എണ്ണം നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേന് 3 എണ്ണത്തിൽ നമുക്ക് ഇതേപോലെ നൂൽപുട്ട് പീച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇത് പീച്ചെടുക്കണ ഇത് കഴിയും ചെയ്യും. പിന്നെ പെട്ടെന്ന് നൂൽപുട്ട് ചുട്ട് റെഡി ആവും കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡും കൂടെ വാങ്ങിക്കണം കേട്ടോ. ഇങ്ങനത്തെ പ്ലേറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 3 എണ്ണം ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡാണ്. ചിലപ്പോൾ 6 എണ്ണമൊക്കെ ഒറ്റയടിക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, 3 എണ്ണം വെക്കാൻ പറ്റിയിട്ടുള്ള. പിന്നെ ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള പാത്രമൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ സാധാരണ നമ്മൾ ഇഡ്ഡലി ചെമ്പ് ഉണ്ടല്ലോ, ആ ഒരു ഇഡ്ഡലി ചെമ്പക്ക് ഇതേപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയമായപ്പോഴത്തേന് നൂൽപുട്ട് വന്നിട്ടുണ്ട്. ഈ നൂൽപുട്ട് പീച്ചെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വെള്ളം തിളച്ച് വന്നിനി. അപ്പോൾ ഞാൻ വേഗം അതിക്ക് വെച്ച് കൊടുത്തേക്കേനി കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഒരു 6 പ്ലേറ്റിലാണല്ലോ ഇത് പീച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി 3 എണ്ണം ബാക്കിയുണ്ടല്ലോ, അതും ഈ സ്റ്റാൻഡുമൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സ്റ്റാൻഡും ഇതേപോലെയുള്ള പ്ലേറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നൂൽപുട്ട് ചുടുന്ന പരിപാടി കഴിയും. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെയുള്ള നൂൽപുട്ട് എന്നൊക്കെ പറയില്ലേ. ഒന്നേറെ ഇതിൻ്റെ നൂല് ചെറുതായതുകൊണ്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. വലിയ നൂലുള്ള നൂൽപുട്ടാകുമ്പോൾ കാണാൻ അത്രയ്ക്കൊരു ഭംഗി തോന്നൂല അല്ലേ. ചെറുതാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അങ്ങനത്തെ അച്ചും ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ ഈ ഒരു ചെറിയ നൂൽപുട്ടിൻ്റെ അച്ചിലാണ് ചുടൽ. പിന്നെ നമ്മളെ ഗ്രീൻ പീസിൻ്റെ കറിയും വെന്തിട്ടുണ്ടേനി. അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ട് തേങ്ങ അരച്ചിട്ട് അരപ്പൊയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കടുക് വറുത്തെടുക്കണമല്ലോ, അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൂൽപുട്ട് ചുടുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കറി തൂമിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ കറിക്ക് മഞ്ഞൾ കുറവായതുകൊണ്ട് ഞാൻ ഈ ഒരു എണ്ണയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്ര മഞ്ഞൾപ്പൊടി ഇട്ടാലും ഇപ്പോൾ കുറവാണ് കേട്ടോ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടിയാകുമ്പോഴേ നമ്മളതിക്ക് കളറും കാര്യങ്ങളൊന്നും ചേർക്കണില്ലല്ലോ. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിക്ക് കളറൊക്കെ ചേർത്തിട്ടേ കടയിലത്തെ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ തന്നെ കറി നല്ല മഞ്ഞ കളർ ഉണ്ടാവില്ലേ. അങ്ങനെ നൂൽപുട്ടും അതേപോലെ തന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിഞ്ചുമോൾ ഇവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഇനി എക്സാമാണ് കേട്ടോ. അപ്പോൾ ഓള് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ നൂൽപുട്ട് ലാസ്റ്റ് ട്രിപ്പ് ചുട്ടതൊന്നും പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടില്ലേനും. അപ്പോൾ അതൊക്കെ പാത്രത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ റെഡിയാവുകയൊക്കെ ചെയ്യും, പക്ഷേ കുട്ടികളാരും കുടിക്കാനൊന്നും എത്തൂല കേട്ടോ. അപ്പോൾ ചിഞ്ചുമോളിപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ തന്നെ എണീക്കലുണ്ട്. കാരണം ഇപ്പോൾ എക്സാമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് നേരത്തെ പെലച്ചക്ക് തന്നെ എണീക്കലുണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ എണീക്കുമ്പോൾ നേരത്തെ വിശക്കുമല്ലോ. അങ്ങനെ ഓള് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാനും രാവിലെ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചതുകൊണ്ട് എനിക്കും ഇപ്പോൾ ചായ കുടിക്കാനൊന്നും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞാനതൊക്കെ അടച്ച് വെച്ച് പിന്നെ മുറ്റൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ കറിയൊക്കെ ബൗളൊക്കെ ആക്കി വെച്ചിട്ട് ഞാനിതാ ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വരുന്നവർ അങ്ങനെ എടുത്ത് കഴിച്ചോളും. ഞാൻ എടുത്ത് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അവർക്ക് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെടുത്ത് കഴിക്കും. പിന്നെ മുറ്റൊക്കെ വേഗം അടിച്ചു വാരി വന്നിട്ട് പിന്നെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്.
പിന്നെ രാവിലെ തന്നെ ഇപ്പോൾ മുറ്റടിച്ച് വരാൻ നോക്കലുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഇവിടെ നമ്മളവിടെ തൊഴിലുറപ്പുണ്ട് നമ്മളെ തൊടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മളെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഒക്കെ ഇരിക്കൽ. വയസ്സായ ഉമ്മമാരും അതേപോലെ അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരൊക്കെ അവിടെയാണ് കേട്ടോ ഇരിക്കൽ. അപ്പോൾ സിറ്റ് ഔട്ട് വേഗം അടിച്ചു വാരി തുടച്ചിടും. അതേപോലെ മുറ്റം അടിച്ചു വാരിയിട്ടിട്ട് പിന്നെയാണ് കേട്ടോ ഇപ്പോൾ ചോറിനൊക്കെ വെള്ളം വെക്കൽ. ഇപ്പോൾ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ ചോറൊന്നും വേണ്ടല്ലോ. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ നൂൽപുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് കുറച്ച് അധികം പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ കഴുകാൻ. അതിൻ്റെ സ്റ്റാൻഡും പ്ലേറ്റും അതേപോലെ പിന്നെ നൂൽപുട്ടിൻ്റെ അച്ചും അതിന് മാവ് ഉണ്ടാക്കിയ പാത്രമായിട്ടും ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോൾ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ചായ എടുക്കാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവർക്കൊക്കെ ചായ എടുത്ത് കൊടുക്കുകയാണ്. ഞാനും അതേപോലെ തന്നെ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ നൂൽപുട്ടിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ പീസ് കറി. പിന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രീൻ പീസ് കറിൻ്റെ കൂടെ പിന്നെ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ വയറ്റിലായിക്കോളും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഇതാ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടേനി. അപ്പോൾ അരി ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കഴുകിയെടുക്കുക. നല്ലോണം കഴുകിക്കണം. ഒരു 4-5 പ്രാവശ്യം ഞാൻ കഴുകിക്കണം. റേഷൻ അരിയാണ് കേട്ടോ. എന്നാലും ഒരു എന്താ പറയുക ഒരു പശപ്പുള്ള പോലെ ഉണ്ടാവും ഈ അരിക്ക്. അപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് കഴുകിയിട്ടില്ലെങ്കിൽ ഒരു വൃത്തി തോന്നൂല. അങ്ങനെ അരിയൊക്കെ കഴുകിയാണ്ട് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ നമുക്കിനി ചോറ് അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണോ കൂട്ടാൻ ഉണ്ടാക്കുന്നത് അതിങ്ങനെ ആലോചിച്ച് നിൽക്കൂലേ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ പോയിട്ടൊരു പിന്നെ കുമ്പളങ്ങൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കാബേജ് ഉണ്ട് ഉപ്പേരി വെക്കാൻ, അതും ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുമ്പളം കൊണ്ട് ഒരു മോര് കറി ഉണ്ടാക്കാം. അതേപോലെ തന്നെ കാബേജും ക്യാരറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ മീൻ വരുമ്പോൾ മീനും വാങ്ങാമെന്ന് വിചാരിച്ചു. മുടിട്ടാനായോ? പിന്നെ കുമ്പളങ്ങ കുറച്ച് വലിയ കഷ്ണമാണ് കേട്ടോ. അപ്പോൾ അത്ര നമുക്ക് ആവശ്യമില്ല, ഒരു കഷ്ണം മതി. അപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കൗണ്ടർ ടോപ്പുമ്പോൾ തന്നെ വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് കൗണ്ടർ ടോപ്പുമ്പോൾ വരെ വീഴൂല എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെയാണ് കേട്ടോ മുറിക്കൽ. കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അയിമ വെച്ചാണ്ട് മുറിച്ചാൽ മതി. പക്ഷേ ചിലപ്പം അങ്ങനെ ഒരു ഇതാണ് കേട്ടോ, കട്ടിംഗ് ബോർഡ് എടുക്കാനൊക്കെ മടിച്ചിട്ട് ചിലപ്പോൾ അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് അങ്ങനെ മുറിച്ചെടുക്കും. എന്നാലും ഞാൻ താഴ്ത്തി അങ്ങനെ ഒരുപാട് താഴ്ത്തിയാണ്ട് അങ്ങനെ മുറിച്ചെടുക്കലില്ല. അപ്പോൾ കൗണ്ടർ ടോപ്പുമ്പോൾ വരെയൊക്കെ വീഴും. പിന്നെ കുമ്പളങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഐഫക്കുട്ടിനെ സ്കൂൾക്കൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ അവളെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കാണ്ടേനും. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്ന് അപ്പോൾ തന്നെ ചോറ് വന്നിട്ടുണ്ടേനും. പിന്നെ ചോറും വേഗം ഊറ്റി വെച്ചു. പിന്നെ കുമ്പളങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിനല്ലോ. പിന്നെ കറിക്കുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് വേഗം വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പച്ചമുളകാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർക്കണില്ല. ഒരു 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഉപ്പും പിന്നെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് കൊണ്ടുപോയി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അപ്പോൾ ചെറിയ ഉള്ളി ഒന്നും തൊലി കളയാനൊന്നും നിന്നിട്ടില്ല. ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ അടുപ്പത്ത് കൊണ്ടുപോയി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും ചോറൊക്കെ വെന്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ചോറിൻ്റെ കൂടെ തന്നെ കൂട്ടാനും കൂടെ റെഡിയാക്കി എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കളപ്പണി പെട്ടെന്ന് തീരും. പിന്നെ അതേപോലെ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോറ് അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ കറിക്കുള്ളതൊക്കെ വേഗം നുറുക്കിയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ചോറ് വെന്താൽ അപ്പം തന്നെ നമുക്ക് ആ അടുപ്പത്ത് പിന്നെ കറിയൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭമായി കിട്ടും. അതേപോലെ തന്നെ നമ്മളെ പണികൾ പെട്ടെന്ന് തീരും ചെയ്യൂലേ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാമല്ലോ. വീട്ടിലിരുന്ന് തന്നെ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് ടൈം കിട്ടൂലേ. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഉപ്പേരിക്കുള്ള തേങ്ങയും കുറച്ച് കാന്താരിമുളകൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചിട്ട് ഈ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിന് ക്യാരറ്റും ക്യാബേജൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഗ്യാസുമ്മലാണ് കേട്ടോ വേവിച്ചെടുക്കണത്. ഇനിയിപ്പോൾ കറിയൊക്കെ വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് ടൈം എടുക്കും. കാരണം അടുപ്പത്ത് വെക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുക്കറിലൊന്നും വെക്കണ പോലെ അല്ലല്ലോ. കുറച്ച് നേരം തീയൊക്കെ കത്തണം. പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്ന സാധനം വേവണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസുമ്മൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റീലിൻ്റെ കടായി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഉപ്പേരി ഇവിടെ റെഡിയാക്കിയെടുക്കാം.
പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ കടായി നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതേനി. നല്ലൊരു ചട്ടിയാണ് ഇട്ടത്. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചാൽ പെട്ടെന്ന് ചൂടാവും ചെയ്യും. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഗ്യാസ് നല്ല ലാഭമാണ് ഈ ഒരു കടായിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിതാ പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ഉപ്പേരിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിവിടെ അടച്ച് വെക്കാണ് കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മീൻകാരനൊക്കെ വന്ന് മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ അയില മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് നന്നാക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് മീനൊക്കെ നന്നാക്കി വരട്ടെ. അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര സ്പീഡിലൊന്നും കുക്കിംഗ് ഒന്നും ചെയ്യൂല. ഞാൻ എൻ്റെ യൂട്യൂബിലത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ളതൊക്കെ റെഡി ആക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് മക്കളുണ്ടാവും. മക്കൾക്ക് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ചിഞ്ചുമോൾ ഉച്ചക്ക് വരും, മഞ്ജുമോൾക്ക് ഉച്ചക്കാണ് എക്സാം. അപ്പോൾ ഓരൊക്കെ ഉണ്ടാവും ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഉപ്പേരിയും കറിയും മീനൊക്കെ വേഗം റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ജോലിയും വേണ്ട നടക്കുക. അപ്പോൾ ഞാൻ മീനൊക്കെ നന്നാക്കി വന്നപ്പോഴത്തേന് നമ്മുടെ ഉപ്പേരിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒട്ടും അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളെ സ്റ്റീലിൻ്റെ കടായി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങളത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂപ്പൺ കോഡ് ഉപയോഗിക്കണം കേട്ടോ. റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ മീനൊക്കെ ഞാൻ നന്നാക്കി ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കറിയൊക്കെ നോക്കിയപ്പോൾ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽക്കിതാ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനും. അതേപോലെ തന്നെ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടേനും. തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടേനും. അരപ്പ് ഒഴിച്ച് കൊടുത്തു. പിന്നെ കറി ഒന്ന് തിളക്കാൻ തുടങ്ങിയപ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ കുമ്പളം കൊണ്ട് മോരുകറി ഉണ്ടാക്കൽ. പിന്നെ കുറച്ച് പൊടിയൊക്കെ കലക്കി പാരും ചില ആൾക്കാർ. അത് ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാകുമ്പം അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കറി കുറച്ച് അധികം ക്വാണ്ടിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിയൊക്കെ കലക്കി പാരും. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ വേഗം മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീനും പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പ് പുറത്തായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ നിൽക്കലില്ല കേട്ടോ. നമുക്കിവിടെ തുണികൾ അലക്കാണ്ടാവും. അത് രാവിലെ തന്നെ സോപ്പും പൊടിയിലിട്ട് അവിടെ വെക്കലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് വേഗം തുണികൾ അലക്കുന്ന പരിപാടി തീർക്കും. പിന്നെ ഈ ഒരു ചട്ടി അതേപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നതിനും. ഈ ഒരു ചട്ടിയും അടിപൊളിയാണ്. ഇങ്ങനെ അടുപ്പത്ത് മീനൊക്കെ പൊരിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചട്ടി. അങ്ങനെ നമ്മളെ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 മീനെ ഇപ്പോൾ പൊരിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിന് വൈകുന്നേരം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ആവശ്യത്തിന് അത് മതി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ തുണികളൊക്കെ വേഗം അലക്കിയിട്ടിട്ടുണ്ടേനി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ തോരയിടാനുണ്ടേനി. ഇനി വേഗം അതൊക്കെ തോരയിടുകയാണ്. ഇനി പാകം തുടക്കണം. അത് കഴിഞ്ഞിട്ട് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് 2 മണിയാകുമ്പോൾ വീഡിയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വരുമാന മാർഗ്ഗമായിട്ട് കിട്ടിയതാണ് ഈ ഒരു യൂട്യൂബ്. അപ്പോൾ ഞാനിത് എന്തായാലും ഇത് വിടൂല കേട്ടോ. എത്ര സമയമില്ലെങ്കിലും ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ആരുടെ മുന്നിലും കൈ നീട്ടണ്ടല്ലോ. വേറൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. അപ്പോൾ മാക്സിമം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് വന്നു. ചിഞ്ചുമോൾ അപ്പച്ചിക്ക് ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. എനിക്കുള്ള ചോറൊക്കെ വിളമ്പി വെച്ച് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.